ഭാര്യ മരിച്ചുപോയി, പിന്നെ അവന് പെണ്ണ് തന്നെ കിട്ടാറില്ല. നമ്മളെന്ത് പറയും? ആദ്യം ഒരു വിവാഹം കഴിച്ചു, തന്റെ ഭാര്യ മരിച്ചുപോയി, പെട്ടെന്ന് മരിച്ചുപോയി, അപ്പൊ പിന്നെ അവന് പെണ്ണ് കിട്ടാറില്ല. ഇനി രണ്ടാമതൊന്നും കൂടെ എവിടെന്നെങ്കിലും കെട്ടി, അതും മരിച്ചുപോയാലോ ഓന് പെണ്ണ് വാഴൂല, പിന്നെ പെണ്ണെ കിട്ടത്തില്ല. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇനി ഒന്നുകൂടെ ഉണ്ടെങ്കിൽ നിനക്കേ ഞാൻ കെട്ടിച്ചു തരും, അത്രയ്ക്കും നീ യോഗ്യനാ. അതായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബജീവിതം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നത്തെ ഭർത്താക്കന്മാര് പഠിക്കണം. നെളിഞ്ഞു നടക്കുന്ന സമൂഹത്തിന്റെ മുന്നിൽ മഹാനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഓരോ ഭർത്താവും പഠിക്കണം. എടാ, നിനക്ക് നാട്ടുകാരുടെ മുന്നിൽ നിലയും വിലയും സ്ഥാനവുമുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വലിയ സ്ഥാനമുണ്ട്. കൂടെ കിടക്കുന്നവരുടെ മുന്നിൽ നിനക്കൊരു സ്ഥാനവുമില്ല. പിന്നെ നീ ആരാ? നിനക്ക് സ്ഥാനം കിട്ടേണ്ടത് നിന്റെ ഭാര്യയുടെ മുന്നിലാ. നിന്റെ ഭാര്യയുടെ മുന്നിൽ നിനക്ക് സ്ഥാനമില്ലെങ്കിൽ പിന്നെ എവിടെ സ്ഥാനം കിട്ടിയിട്ട് എന്ത് കാര്യം? നിങ്ങൾ പഠിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിന് വരട്ടെ എന്ന് ചോദിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുകയല്ലേ, നിന്റെ ഭാര്യ റുഖിയ സുഖമില്ലാതെ കിടക്കുകയല്ലേ, നീ യുദ്ധത്തിന് വരണ്ട, പോയിട്ട് ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ പറഞ്ഞു വിടുകയാ മുത്തുനബി. ഇരിക്കണ ഏത് ഭർത്താവാ ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്തിട്ടുള്ള? ജീവിതത്തിൽ ഇന്ന് വരെ അടുക്കളയിൽ കയറിയിട്ട് മീൻ വെട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഭർത്താവ്? പച്ചക്കറി അരിയാറുണ്ടോ? അരി കഴുകിയിട്ടുണ്ടോ? ഇന്ന് വരെ നിന്റെ ഭാര്യയുടെ കൂടെ അടുക്കളയിൽ കയറി ജോലി ചെയ്തിട്ടുണ്ടോ? അതൊക്കെ നാണക്കേടല്ലേ? അടുക്കളയിൽ കയറിയിട്ട് മീൻ വെട്ടുക, ചോറ് വെക്കുക, കറി ഉണ്ടാക്കുക, പച്ചക്കറി അരി, അതൊക്കെ നാണമുള്ള കാര്യമാണോ? ഇല്ലേ? ആണോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാവ് കുഴച്ചിട്ടുണ്ട് അടുക്കളയിൽ പോയിരുന്നിട്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പാത്രം കഴുകിയിട്ടുണ്ട്. ജീവിതത്തിൽ പാത്രം കഴുകിയിട്ടുണ്ടോ ഭർത്താക്കന്മാര്? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ അടുക്കളയിൽ വന്ന് ജോലി ചെയ്യാറുണ്ടോ? ആകാശത്ത് നോക്കിയിരിക്കുക അല്ലേ? ഉസ്താദ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആരാ സഹോദര? നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വീട്ടിലെ യന്ത്രം വാടകയ്ക്ക് മേടിച്ചുകൊണ്ടിട്ടിരിക്കുക. വീട്ടിലൊരു പണിക്കാരി നിർത്തിയിരിക്കുന്ന അത്ര തന്നെയാ ഭാര്യയുടെ സ്ഥാനം. പലരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ യന്ത്രം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കിടന്നുണ്ടാക്കണം, നിനക്കുണ്ടാക്കി തരണം, നിന്റെ ഭർത്താവ്, നിന്റെ മക്കൾക്ക്, നിന്റെ കൂടപ്പുറപ്പിന്, നിന്റെ മാതാപിതാക്കൾക്ക് തുണി കഴുകണം, ബാത്റൂം കഴുകണം, വീട് തൂക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ തിരക്കുകൾ. ഭാര്യയെ പരിഗണിക്കാത്തവർ, അള്ളാഹുവിന്റെ ദീൻ പറയുന്നത് ഭാര്യയെ ആദരിക്കണമെന്നാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ആദരിക്കണമെന്ന അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും